പാർത്ഥൻ, സൽമാൻ ഖാൻ സൻസാർ സിംഗായി. തൻ്റെ മുത്തച്ഛൻ്റെ വലിയൊരു ആഗ്രഹമാണ് താൻ നിറവേറ്റിയിരിക്കുന്നത് എന്നാണ് ഈ സൻസാർ സിംഗ് പുതിയ മതം സ്വീകരിച്ചതിന് പിന്നാലെ വ്യക്തമാക്കിയത്. അതായത് ഉത്തർപ്രദേശിൽ നിന്ന് നിരവധി മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ ഹിന്ദുമതം സ്വീകരിക്കുന്നു, സനാതനധർമ്മ വിശ്വാസികളായിട്ട് തങ്ങളുടെ പൂർവ്വമതത്തിലേക്ക് പ്രവേശിക്കുന്നു തുടങ്ങിയ വാർത്തകളാണ് നമുക്ക് ലഭിക്കുന്നത്. എന്താണ് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ? ഇത്തരത്തിലൊരു വാർത്തകൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വാർത്ത ആദ്യം കാണുമ്പോൾ ആളുകൾ വിചാരിക്കും ആരെങ്കിലും നിർബന്ധിച്ച് മതം മാറ്റിയതാണോ. അങ്ങനെ നിർബന്ധിച്ച് മതം മാറ്റുന്നതിനോട് വിയോജിപ്പുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഈ കാര്യത്തിൽ അവർ ആരും നിർബന്ധിച്ചുകൊണ്ട് മതം മാറ്റിയതല്ല. കാരണം ഉത്തർപ്രദേശിലെ ഹാപ്പൂരിലാണ് 45 കുടുംബങ്ങൾ സനാതന ധർമ്മവിശ്വാസത്തിലേക്ക് തിരികെ വന്നത്. അതായത് അവർ ഹിന്ദുക്കളായിരുന്നു മുഗൾ ഭരണകാലത്ത്. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽപ്പെട്ട ആളുകൾ മുഗൾ ഭരണകാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്ന് പിന്നെ എന്താവുകയായിരുന്നു, ഈ പറയുന്ന ഇസ്ലാം ആകാൻ വേണ്ടി നിർബന്ധിക്കപ്പെടുകയും പ്രതികൂല സാഹചര്യങ്ങളും രക്ഷയില്ലാത്ത അവസ്ഥയിൽ അവരുടെ പൂർവികർ ഇസ്ലാം ആവുകയായിരുന്നു. അങ്ങനെ ഇവരുടെ മുത്തച്ഛൻ്റെ ആഗ്രഹം, വളരെ നാളുകളായി അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു ഈ ഹിന്ദു ധർമ്മത്തിലേക്ക് തിരിച്ചു പോകണം എന്നുള്ളത്. ഏകദേശം 4 വർഷം മുമ്പ് തന്നെ അവർ തീരുമാനമെടുത്തു. പക്ഷേ ചില മുസ്ലിം സംഘടനകളുടെയും മുസ്ലിം മതവിഭാഗങ്ങളുടെയും എതിർപ്പ് ഇവർക്ക് വലിയ തലവേദന ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ അവർക്ക് ആ തിരിച്ചു വരൽ അത്ര എളുപ്പമായിരുന്നില്ല. 4 വർഷമല്ല, ഈ മുത്തച്ഛൻ മുസ്ലിമായിട്ട് തന്നെ ജീവിക്കുന്ന സമയങ്ങളിൽ അമ്പലത്തിൽ പോവുക, അതുപോലെ തന്നെ ചില ഹിന്ദു ആചാരങ്ങളിൽ പങ്കെടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ പിന്തുടരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് എതിർപ്പുകളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹം അതിൽ പറയുന്നുണ്ട്, അദ്ദേഹം നേരത്തെ താനൊരു ആയിരുന്നു, പിന്നീട് ഒരു മുസ്ലിമായിട്ട് നിർബന്ധപൂർവം തന്നെ കുറേ ആളുകൾ ഒരു വലിയ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറ്റപ്പെട്ടതാണെന്നുള്ളൊരു ബോധ്യം കൃത്യമായിട്ട് ആ മുത്തച്ഛനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ മുത്തച്ഛൻ്റെ നിർബന്ധപ്രകാരമാണ്, അല്ലെങ്കിൽ മുത്തച്ഛൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഈ സൽമാൻ ഖാൻ സനാതനധർമ്മം സ്വീകരിക്കണമെന്ന്. അങ്ങനെയാണ് അദ്ദേഹം പേര് മാറ്റി സൻവാർ സിംഗ്, അങ്ങനല്ലേ പേര്, സൻവാർ സിംഗ്, പുതിയ പേര് സൻവാർ സിംഗ് എന്നാണ്. സൻസാർ സിംഗ്. ഈ സൻസാർ സിംഗ് എന്നുള്ള പേര് മാറ്റുമ്പോൾ ഇവരുടെ കുടുംബം ഒട്ടാകെയാണ് മാറിയത്. അതായത് 45ഓളം വരുന്ന കുടുംബങ്ങളുടെ തലവനാണ് ഈ സൽമാൻ ഖാൻ എന്ന് പറയുന്നത്. അദ്ദേഹം സൻസാർ സിംഗ് എന്ന് പേര് മാറ്റി, ഓരോ ആളുകളും പേര് മാറ്റിയിട്ടുണ്ടാവും. പക്ഷേ പേരിലൊന്നും വലിയ കാര്യമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എങ്കിൽ പോലും ഇവർ മുത്തച്ഛൻ്റെ അന്ത്യാഭിലാഷമാണ്. അതായത് അദ്ദേഹം മരണപ്പെടുന്നതിന് മുമ്പ് ഇവരോട് പറഞ്ഞ കാര്യം സ്വധർമ്മത്തിലേക്ക് തിരിച്ചു പോകണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് അവർ എന്ത് ചെയ്തതാണ്, ഇസ്ലാമികമായിട്ടുള്ള മതം വിട്ടുകൊണ്ട് ഹിന്ദു മതത്തിലേക്ക് വരികയാണ്. അവിടെ ഉത്തർപ്രദേശിൽ ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉത്തർപ്രദേശിലാണ്, അവിടെ യോഗിയുടെ ഭരണമാണ് എന്നൊക്കെ പറയും. പക്ഷേ ഇതിൻ്റെ കൃത്യമായ നിജസ്ഥിതി വന്നിട്ടുണ്ട്. അവർ സ്വമേധയാ എടുത്ത തീരുമാനം, അവരുടെ മുത്തച്ഛൻ്റെ ആഗ്രഹപ്രകാരം എടുത്തിട്ടുള്ള തീരുമാനം. ഇത്തരത്തിലൊരു തീരുമാനമെടുത്ത് ഒരു മതത്തിലേക്ക് പോകാൻ തീരുമാനിച്ച ആളുകളെ നമുക്കൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ 45ഓളം കുടുംബങ്ങൾ സ്വധർമ്മത്തിലേക്ക് വരുന്നു. പക്ഷെ അവരുടെ ആഗ്രഹം അതാണ്, അവരുടെ ആഗ്രഹം ഉണ്ടല്ലോ. അതായത് ഇസ്ലാമാബാദിൽ നിന്ന് ഹിന്ദുക്കളായി നിന്ന് അവരെ മുസ്ലിം മതമാക്കി മാറ്റി അവിടെ നിന്ന് അതിനോട് പോരാടി വന്ന് പിന്നീട് വീണ്ടും അവർ ഹിന്ദുത്വത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നു എന്നുള്ള ഒരു എന്താണ് മനോഹരമായ കാര്യമുണ്ട്. അതായത് ഏതൊരാൾ, ഇപ്പം ഇസ്ലാമായിട്ടുള്ള ഒരാളെ നിർബന്ധിച്ച് ഹിന്ദു മതത്തിലേക്ക് കൊണ്ടുവന്ന് അവിടെ അയാൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല എങ്കിൽ അയാൾ തിരിച്ച് മുസ്ലിം ഇസ്ലാമികമായ മതത്തിലേക്ക് പോകുന്നു നല്ല കാര്യം തന്നെയാണ്. ഇവിടെ നിർബന്ധപൂർവമായ മതപരിവർത്തനമല്ലാതെ ഏതൊരാൾക്കും അവനവൻ്റെ മതത്തിൽ വിശ്വസിക്കാനും അവനവൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ മുഗൾ ഭരണകാലത്തെ പറ്റി നമ്മൾ പാഠപുസ്തകങ്ങളിലൊക്കെ പഠിച്ചിരിക്കുന്ന കാര്യം എന്താണ്, മുഗൾ ചക്രവർത്തിമാരുടെ പേരുകൾ, ഔറംഗസേബിൻ്റെ പേര്, അതുപോലെ തന്നെ അക്ബർ ചക്രവർത്തിയുടെ പേര്, ഇത്തരത്തിൽ ഷാജഹാൻ്റെയും മുംതാസിൻ്റെയും പ്രണയഗാഥകൾ, ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. പക്ഷേ മുഗൾ ഭരണകാലത്ത് നടമാടിയിരുന്ന ഒരു മതഭീകരതയെക്കുറിച്ച് നമ്മളുടെ കുട്ടികളെ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം പല ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടിരുന്നു. ബാബറി മസ്ജിദ് എങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യം അവിടെ വരുന്നു. ബാബറിക്ക് വേണ്ടി ഒരു വലിയ ചക്രവർത്തിയുടെ ലൈംഗിക അടിമയായിരുന്ന ബാബറിയുടെ പേരിൽ പോലും ഒരു പള്ളി ഉണ്ടാക്കുന്നു. അവിടെ അത്തരത്തിലുള്ള വലിയ മിനാരങ്ങൾ വരുന്നു. പല ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടിരുന്നു. വിഭജന കാലത്ത് ഇന്നും ഉത്തരേന്ത്യ വിഭജനത്തെ ഭയക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അവർ അതിൻ്റെ കെടുതികൾ അനുഭവിച്ചിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതിൻ്റെ ഒരു ദാരുണമായിട്ടുള്ള ഒരു ദൃശ്യങ്ങൾ, അതേപോലെ തന്നെയുള്ള വേദനകളൊക്കെ, അതുമായിട്ട് ഉണ്ടായ വേദനകളൊക്കെ അവരുടെ ഹൃദയത്തിൽ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഉത്തരേന്ത്യൻ സമൂഹത്തിന് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഇസ്ലാം വിരോധം അവർക്കുണ്ട്.
കാരണം അവർ വലിയ രീതിയിലുള്ളൊരു അവരുടെ ഭാഗത്തു നിന്നുള്ള വലിയ രീതിയിലുള്ളൊരു അതിക്രമങ്ങൾ നേരിട്ടൊരു സമൂഹം ആയതുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിക്കുന്നത്. കാരണം ഇവരുടെ ഈ പരമ്പരകളായിട്ട് ഇവരുടെ അടുത്ത തലമുറ മക്കൾക്കും മക്കളുടെ മക്കൾക്കൊക്കെ ഈ സാധനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് ഈ മുത്തച്ഛന്മാരുടെ പഠനങ്ങളും, അതായത് ഇപ്പോൾ മോനെ കുറേ കാലങ്ങൾക്ക് മുമ്പ് അവരിങ്ങനെ ചെയ്തിരുന്നു എന്ന് ഒരു കുട്ടിയോട് പറഞ്ഞു കൊടുക്കും, മരുമോനാണ് വേണം, അവൻ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ കൈമാറി ഈ ഒരു സാധനം ഉത്തരേന്ത്യൻ ജനതയുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഹിന്ദുത്വം പോലുള്ള സംഗതികളൊക്കെ വളരെ പെട്ടെന്ന് അവർക്കിടയിൽ വിജയകരമായിട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് BJP പോലുള്ള പാർട്ടികൾക്ക് സാധിക്കുന്നത്. കാരണം എങ്ങനെയാണ് ആ മനസ്സിനെ ഉപയോഗിക്കേണ്ടതെന്ന് ഇവർക്കറിയാം BJPക്ക്. അല്ലാതെ ഹിന്ദുത്വം വളരുന്നത് വെറുതെ ശൂന്യതയിൽ നിന്ന് വളരുന്നതല്ല, അതിനൊരു പ്രത്യേക കാരണമുണ്ട്. 2 കാരണങ്ങളുണ്ട് എന്ന് പറയാം. ഒന്ന്, ഈ പറഞ്ഞ കെടുതികളുടെ വിഭജന കാലഘട്ടത്തിൽ അവർ അനുഭവിച്ച കെടുതികൾ, മുഗൾ ഭരണകാലഘട്ടത്തിൽ തകർക്കപ്പെട്ട ക്ഷേത്രങ്ങളും തകർക്കപ്പെട്ട ഹിന്ദു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള അതിൻ്റെ ആ ഒരു മറയ്ക്കാനാവാത്ത പല കാര്യങ്ങളും അവരുടെ കണ്ണിന് മുമ്പിൽ കിടക്കുകയാണ്. നമ്മൾ കേരളീയർ ഇതൊന്നും അനുഭവിച്ചിട്ടില്ല. നമ്മൾ ആകെ അനുഭവിച്ചൊരു അധിനിവേശം എന്ന് പറയുന്നത് ടിപ്പുവിൻ്റെ അധിനിവേശമായിരുന്നു. ടിപ്പു കാര്യമായി നമ്മളെ അധിനിവേശം ഒന്നും പറയാനല്ല, ടിപ്പു ഒരു പടയോട്ടം നടത്തിയപ്പോൾ പോകുന്ന വഴിക്കെല്ലാം ഉള്ള സാധനങ്ങൾ കൊള്ളയടിച്ചു പോയി. അതിനകത്ത് കുറേ ക്ഷേത്രങ്ങളെ ടിപ്പു തകർത്തിരുന്നു, കുറേ അധികം ക്ഷേത്രങ്ങൾ നശിപ്പിച്ചു, കുറേ അധികം വിഗ്രഹങ്ങളൊക്കെ എടുത്ത് കിണറ്റിലിട്ടു. ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ ടിപ്പുവിനും യഥാർത്ഥത്തിൽ ഒരു ഈ പറയുന്ന ബ്രിട്ടീഷുകാരോടൊക്കെ പോരാടി എന്നൊക്കെ പറയുന്നുണ്ട്. അത് നിലനിൽപ്പിന് വേണ്ടി പോരാടിയതാണ്. ഒരു വിഗ്രഹ വിരോധം ടിപ്പുവിനുണ്ടായിരുന്നു. ആ വിഗ്രഹ വിരോധം തീർക്കാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ല വഴികൾ കേരളത്തിലെയും കർണാടകയിലെയും ഒക്കെയുള്ള ക്ഷേത്രങ്ങൾ തകർക്കുക, ബൗദ്ധ ക്ഷേത്രങ്ങൾ തകർക്കുക. ഹിന്ദുവിനോട് മാത്രമായിരുന്നില്ല, ബുദ്ധ ജൈന പ്രതിമകളെല്ലാം അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, തകർക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ നാട്ടിലൊക്കെ കാണാം. പക്ഷെ നമ്മൾക്ക് അതിനേക്കാൾ എത്രയോ ആയിരക്കണക്കിന് ഇരട്ടി പ്രശ്നമാണ് ഉത്തരേന്ത്യൻ ജനത സഹിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഉള്ളിൽ എപ്പോഴും ഒരു വിഭജനം രാഷ്ട്രീയം, വിഭാഗീയതയുടെ രാഷ്ട്രീയം നിലനിൽക്കുന്നത്. കാരണം ഒരിക്കൽ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്നു പറയും, അതൊരു ചൊല്ലാണ്. അതേ ഒരു കാര്യം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതവരെ കുറ്റം പറയാനൊന്നും പറ്റില്ല. റെഡിക്ക് ഇസ്ലാമോഫോബിക്കാക്കി അവരെ മാറ്റിയത് ഈ ഇസ്ലാം ഭരണകൂടങ്ങളായിരുന്നു. അതായത് മുഗൾ ഭരണകൂടം, പാകിസ്ഥാൻ്റെ ഇടപെടൽ, വിഭജന കാലത്ത് ഉണ്ടായിട്ടുള്ള ഈ പറയുന്ന കുടിയേറ്റങ്ങളും തിരിച്ചുവരവും അക്രമങ്ങളും തമ്മിൽ കുത്തും കത്തിക്കുത്തുമായിട്ടുള്ള ഒരുപാട് ശവങ്ങൾ വീണ രക്തപ്പുഴയൊഴുകിയ ഒരു ചരിത്രം അവരുടെ ജീനിൽ തന്നെ ഈ കാര്യമുണ്ട്. അവർ ജീനിലുണ്ട്. ആ ജീനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അവിടെ നമ്മൾ ഓരോ പള്ളിക്കടയിലും ശിവലിംഗം തേടാൻ പോകുന്ന ആളുകൾക്ക് ഭ്രാന്താണോ എന്ന് നമ്മളിവിടെ കേരളത്തിൽ നിന്ന് ചിന്തിക്കുന്നില്ലേ? ഞാനതിനെ അനുകൂലിക്കുന്നില്ല. പക്ഷേ അവരുടെ മെമ്മറി ആ രീതിയിലാണ്. എന്തോ ഒരു പകയാണ് തങ്ങളുടെ പാരമ്പര്യത്തോട്, തങ്ങളുടെ മുൻ തലമുറയോട് ഇവർ ചെയ്തത് എന്തോ ക്രൂരതയാണ് എന്നുള്ള തരത്തിലുള്ള ഒരു വിശ്വാസം ഇവരുടെ ഉള്ളിലുണ്ട്. വലിയൊരു ശതമാനം ഹിന്ദുക്കൾക്ക്, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ പോലുള്ള സ്ഥലങ്ങളിലെ ഹിന്ദുക്കൾക്ക് തങ്ങളുടെ സംസ്കാരം ഇല്ലാതാകുമോ എന്ന ഭയം വളരെ കഠിനമായിട്ട് അവരുടെ മനസ്സുകളിലുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ചില പ്രവൃത്തികളൊക്കെ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ് വസ്തുത. അങ്ങനെയാണ് കാണേണ്ടത്. യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു അറിയുമോ? ഗൗതമി പറഞ്ഞ കാരണമായിരുന്നു. ഗംഗ ഇതുവരെ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ചീഞ്ഞ് നാറി പുഴുത്ത് മലമൊഴുകിയിരുന്ന ഗംഗ ഇന്ന് ശുദ്ധീകരണത്തിൻ്റെ പവിത്രതയുടെ ചന്ദനം മണക്കുന്ന ഗട്ടുകളാക്കി ഹരിശ്ചന്ദ്ര ഘട്ടിനെയും മണികർണിക ഘട്ടിനെയും ഒക്കെ മാറ്റിയെടുക്കാൻ ഈ പറയുന്ന ആർക്ക് സാധിച്ചു? നരേന്ദ്രമോദിക്ക് സാധിച്ചു. വാരാണസി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളുടെ പ്രദേശങ്ങളുടെ രീതി മാറി. ഹിമാലയത്തിലും ഉത്തരാഖണ്ഡിലും കേദാർനാഥിലും ഒക്കെയുള്ള പൗരാണികമായിട്ടുള്ള ഹിന്ദു സംസ്കാരങ്ങളുടെ ധർമ്മത്തെ, അവരുടെ വിശ്വാസത്തെയൊക്കെ പ്രൗഢഗംഭീരമായി തിരിച്ചു കൊണ്ടുവരാൻ നരേന്ദ്രമോദി ഗവൺമെൻറ്റിന് കഴിഞ്ഞു. അതായത് ഹിന്ദു സംസ്കാരം നശിക്കുന്നു എന്നുള്ള ഒരു വലിയ ഭയം ഇവരുടെ ഉള്ളിൽ വന്നതുകൊണ്ടാണ് ഒരു സംഘടിതമായിട്ടുള്ള ഒരു ഹിന്ദു ഏകീകരണം ഉത്തരേന്ത്യയിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന കാരണം തന്നെയാണ് ഈ മതം പരിവർത്തനം. ഒരുപാട് ആളുകളെ, മുൻ തലമുറകളെയൊക്കെ മതപരിവർത്തനത്തിന് വിധേയമാക്കിയതിൻ്റെ കെടുതികളുടെ ഒരു കാഴ്ചപ്പാടുണ്ട്. രണ്ടാമത്തത്, കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള അമിതമായ ന്യൂനപക്ഷ പ്രീണനത്തിലൂടെ ഇവർ ചെയ്തു കൊടുത്ത കാര്യങ്ങൾ ഒരു പറ്റം ഹിന്ദുക്കളെ ദരിദ്ര നാരായണന്മാരാക്കി മാറ്റി.
ഉത്തരേന്ത്യയിലെ ദരിദ്ര നാരായണന്മാരെ പറ്റി ഇവിടെ പലരും എന്താണ് ആചാരരാകുന്നത് കാണാം. അവിടെ കക്കൂസില്ല, അവിടെ റെയിലിന്മേലിരുന്ന് പിന്നെ എന്താണ് ഒന്നും രണ്ടും സാധിക്കുന്നു, അതുപോലെ തന്നെ അവർക്ക് വിവരമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവരോട് ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഇത്രയും കാലം കേരളത്തിൽ പക്ഷേ ആത്മഹത്യാ നിരക്ക് ഇന്ത്യയിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ കേരളത്തിലാണെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു രാജ്യത്ത് ഉത്തരേന്ത്യയെ നിങ്ങൾക്ക് എന്തുകൊണ്ട് മാറ്റിയെടുക്കാൻ സാധിച്ചില്ല? അവിടെയുള്ള ജനങ്ങൾ ദരിദ്ര നാരായണന്മാരായി പോയതിൻ്റെ പിന്നിൽ എന്തായിരുന്നു? ആരാണത് നേരെയാക്കേണ്ടത്? ഈ ഒന്നും രണ്ടും ഈ റെയിൽപാളത്തിൽ പോയി സാധിക്കുമ്പോൾ അതിന് ഉത്തരവാദികൾ ഇത്രയും കാലം ഭരിച്ച കോൺഗ്രസ് ഗവൺമെൻറ് അല്ലേ? അതുപോലെ തന്നെ അവിടെ ഉണ്ടാകുന്ന ഓരോ കാര്യം, ഇപ്പോൾ സംവരണമായിക്കോട്ടെ, അത്തരം പ്രശ്നങ്ങളായിക്കോട്ടെ, അവരുടെ വിദ്യാഭ്യാസം ഇല്ലായ്മയായിക്കോട്ടെ, എന്തുകൊണ്ട് ഇവർക്ക് പരിഹരിക്കാൻ സാധിച്ചില്ല? യഥാർത്ഥത്തിൽ ഇതിൽ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇന്ത്യയുടെ അടിത്തറ എന്ന് പറയുന്നത് ആത്മീയതയുടെ അടിത്തറയാണ്. അത് നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഇപ്പം ഈ റെയിൽവേൻ്റെ കാര്യം മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, ഈ ജിതു കൃഷ്ണമൂർത്തിനെ പോലുള്ള ഒരു ഫിലോസഫർ ഉണ്ട്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു കോട്ടാണ്, വളരെ ഭംഗിയുള്ളൊരു കോട്ടാണ്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇന്ത്യയുടെ പല ദരിദ്രമായിട്ടുള്ള സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ലോകത്തിൻ്റെ പല ദരിദ്ര സ്ഥലങ്ങളിലും ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇതിൽ രണ്ടുപേരെയും കമ്പയർ ചെയ്യുമ്പം, ഇന്ത്യനെയും മറ്റ് ലോകരാജ്യങ്ങളെയും വെച്ച് കമ്പയർ ചെയ്യുമ്പം കണ്ടൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദരിദ്രരും പാപ്പരുമാണ് പല ഇന്ത്യക്കാരെങ്കിലും അവരുടെ മുഖത്ത് നിങ്ങൾക്കൊരു ചിരി കാണാൻ പറ്റും, അവരുടെ കണ്ണിൽ നിങ്ങൾക്കൊരു തിളക്കം കാണാൻ പറ്റും. ഇത് നിങ്ങൾക്ക് ലോകത്തിലെ മറ്റെവിടെ പോയാലും കാണാൻ പറ്റില്ല. അതിലെല്ലാം ഉണ്ട്. സത്യമാണ്, വളരെ പരമമായ സത്യമാണ്. നിങ്ങൾ യൂറോപ്പിൽ പോയിക്കോളൂ, നിങ്ങൾ ഏത് രാജ്യത്തിൽ പോയിക്കോളൂ, നിങ്ങളെ കാണുമ്പോൾ ആതിഥ്യ മര്യാദയോടുകൂടി ഒന്ന് ചിരിക്കുക, ഒന്ന് പുഞ്ചിരിക്കുക, ഒന്ന് എന്താണ് കണ്ണിലൊരു സ്നേഹത്തിൻ്റെ പ്രസരിപ്പ് കരുതുക എന്നുള്ളത് ഭാരതത്തിൻ്റെ മാത്രം പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഏത് രാജ്യത്ത് പോയി നോക്കിയാൽ അത് സത്യമാണ്. നിങ്ങളിവിടെ അവരുടെ കാര്യം നോക്കി അങ്ങ് മുൻപോട്ട് പോകും. എന്തെങ്കിലും പറഞ്ഞാൽ അവർ ഓക്കെ ഹൗ ആർ യു എന്ന് ചോദിച്ചു, ഓക്കെ അത് മതി. പക്ഷെ നമ്മൾ ഒരു കരുതലിൻ്റെ ഒരു കാര്യം എപ്പോഴും ഭാരതത്തിലെ ആളുകളുടെ ഉള്ളിൽ. അതായത് ഇത്രയേ ഉള്ളൂ, ഭാരതത്തിന് രണ്ട് അടിത്തറയുണ്ട്. ഒന്ന് ഭൗതിക അടിത്തറയുണ്ട്, അതോടൊപ്പം തന്നെ ആധ്യാത്മിക അടിത്തറയുണ്ട്. ഭൗതികത മാത്രമാണ് ശരിയെന്ന് പറഞ്ഞ് നീങ്ങുന്ന ഒരുപാട് ടീമുകളുണ്ട്. പക്ഷെ ഭാരതം യഥാർത്ഥത്തിൽ പറഞ്ഞത് ഭൗതികതയും വേണം, ആധ്യാത്മികതയും വേണം. ഒരു കോയിൻ്റെ ഇരുവശം എന്ന് പറയുന്ന പോലെ അതിൻ്റെ ആ സ്പിരിച്വൽ വശത്തെ, ആത്മീയതയുടെ വശത്തെ ഇല്ലാതാക്കി കളയുന്നതിന് വേണ്ടി പണിയെടുത്ത് അതിലൊരു 60-70% വിജയിച്ച് നിന്നിരുന്ന ഒരു ഭരണകൂടത്തിൽ നിന്ന് പെട്ടെന്നൊരു അട്ടിമറി സംഭവിച്ച് ഭാരതം വീണ്ടും വേറൊരു രീതിയിലേക്ക് മാറുന്നതിനെ പുതിയ തലമുറ, ഇപ്പോൾ ഗൗതം ശ്രദ്ധിച്ച് നോക്കൂ, പുതിയ തലമുറ വരെ ആത്മീയതയെപ്പറ്റി കൃത്യമായി പഠിക്കാൻ ശ്രമിക്കുന്നു, അതിലേക്ക് വരുന്നു, ആത്മീയതയിലെ കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കുന്നു. ഇതൊക്കെ വളരെ വലിയ മാറ്റങ്ങളാണ്. എന്തായാലും നമുക്ക് അവസാനിപ്പിക്കാനുള്ള സമയമായി. എന്തായാലും ഇത്തരത്തിലുള്ള മതങ്ങളിൽ നിന്ന് ഒരിക്കലും നമ്മൾ ഒരു ആളെ നിർബന്ധിച്ച് മതം മാറ്റിക്കരുത് എന്ന ഒരു സൂചനയാണ് ഇതിലൂടെ നൽകുന്നത്. ആരെയായാലും ഞാൻ അവസാനം നിർത്തുമ്പോൾ വേറൊരു കാര്യം കൂടി ഇത് പറയുമ്പോൾ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടും തോന്നില്ല. ഹിന്ദു മതത്തിൽ നിന്ന് ചില ആളുകൾക്ക് ഇസ്ലാമിലേക്ക് പോകണം, അവരുടെ ഇഷ്ടപ്രകാരം പോകണം എന്നാണ് താല്പര്യമെങ്കിൽ പോകാം കേട്ടോ, നിർബന്ധത്തിനല്ലാതെ. അല്ല, ആരും തടയുന്നില്ലല്ലോ. അതെ, അതിന് പോവുകയും ചെയ്യാം. അല്ല, ഹിന്ദു മതത്തിൽ നിന്നോ ഒന്നും നമ്മൾ ഹിന്ദു മതത്തിന് അങ്ങനെ, ഈ സനാതന ധർമ്മത്തിൽ അങ്ങനെ ആരെയും തടയുന്ന പരിപാടി ഇല്ലല്ലോ ഗൗതമേ. കാരണം നമ്മൾ ഗൗതം ഒരു ദിവസം ക്ഷേത്രത്തിൽ പോയില്ലെങ്കിൽ ആരെങ്കിലും ചോദിക്കുമോ? ഒരു കാര്യവും ചോദിക്കില്ല. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ താലി കഴുത്തിൽ കെട്ടുമ്പോൾ താലി കെട്ടിയോ, ഇനി അതല്ല സിന്ദൂരം തൊട്ടോ എന്നാരെയും ചോദിക്കുമോ? ഒന്നും ചോദിക്കും. ജാതകം നോക്കിയിട്ട് നിങ്ങൾ കഴിക്കേണ്ട എന്നാരെയും പറയുമോ? ഒന്നുമില്ല. അത് അത്രയൊക്കെ തന്നെ ഇതിൻ്റെ മറുപടി ആയിട്ടുള്ളൂ. സ്നേഹം പടരട്ടെ.